ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അപ്പം ഞാൻ ബാക്കിൽ വന്നിട്ട് നമ്മുടെ വേസ്റ്റ് കത്തിക്കുന്ന ചൂളയുണ്ടല്ലോ, അതിൽ ഇങ്ങനെ ആഷസ് നിറഞ്ഞു നിൽക്കും താഴെ ഭാഗത്ത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ആഷസ് ഉണ്ടാവും. അപ്പോൾ അത് കുറേ ദിവസമായി ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തു. കുറച്ച് മുറ്റമൊക്കെ അടിക്കാനുണ്ടായിരുന്നു. ഇത്ര ദിവസം അമ്മ ഉണ്ടായത് കൊണ്ട് അമ്മ തന്നെയാണ് മുറ്റമൊക്കെ അടിച്ചത്. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആവാറുണ്ടായിരുന്നു. ഇന്ന് പിന്നെ നമുക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ട്, വൈകുന്നേരം ഒരു റിസപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊന്നും കുക്കിങ്ങൊന്നും ചെയ്യണ്ട, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കണം. അപ്പോൾ ഞാൻ മുറ്റടിച്ചു, ചെടിക്ക് വെള്ളമൊക്കെ നനച്ചു. അല്ലെ വൈകുന്നേരം റിസപ്ഷന് പോകുന്നത് കൊണ്ട് പിന്നെ അതിനൊന്നും സമയം കിട്ടില്ലല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ ആ ഒരു പണിയൊക്കെ ചെയ്തു. ചെടി നനക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ മുറ്റം ഒന്ന് കഴുകി. നിറയെ മണ്ണിൻ്റെ ആ ഒരു ചളി ഇങ്ങനെ ഉണ്ടായിരുന്നു. മഴ ഇന്നലെയൊക്കെ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. ഇന്ന് മഴ ഉണ്ടായിട്ടില്ല, ചിലപ്പം വൈകുന്നേരം ഉണ്ടാവുമായിരിക്കും. രാവിലെ ചെടിക്ക് വെള്ളം നനച്ചില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലപോലെ വെയിൽ കൊണ്ടിട്ട് വാടിയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ വെള്ളം നനക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അരിദോശയാണ് ഇന്ന് ആക്കുന്നത്. അപ്പം നേരത്തെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കറി പിന്നെ ഒരു തട്ടിക്കോട്ട് ഉള്ളി തക്കാളി വഴറ്റി അങ്ങനെയാണ് ആക്കുന്നത്. അയാനൊന്നും അങ്ങനെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കെന്തായാലും കറി വേണം, അപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ദോശയും കറിയൊക്കെ ആക്കി വെച്ചപ്പോൾ ഞാനത് കഴിക്കുന്നതിന് മുന്നേ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണി ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അലക്കാനിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് കല്യാണത്തിന് പോകണമല്ലോ. അപ്പോൾ എല്ലാം ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അത് ചെയ്തിട്ട് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. ഞാനിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ദോശ വേണ്ട എന്നൊക്കെ. ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ ഇങ്ങനെ ആദ്യമൊക്കെ പറയും എനിക്കത് വേണ്ട, പക്ഷെ കൊടുത്താൽ കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ പറയും നാളെ തരാമെന്നെല്ലാം പറഞ്ഞാൽ അങ്ങ് മൈൻഡ് മാറും. അപ്പം ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, എന്നിട്ട് വേണം മയാന് കൊടുക്കാൻ. ഇതിൽ ഞാൻ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട് കഴിക്കാൻ. എനിക്ക് കാൽഷ്യം അയണൊക്കെ കുറവാണ്. അപ്പം മയാനും പെട്ടെന്ന് കൊടുത്തിട്ട് നമ്മൾ കല്യാണത്തിന് പോകാൻ റെഡിയായി. അപ്പം ഇതാണ് അയാൻ്റെ ഡ്രസ്സ്. ഇഷ്ടപ്പെട്ട ഡ്രസ്സായതുകൊണ്ട് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് മുഖത്ത്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഡ്രസ്സാണ്. ഞാനങ്ങനെ സാരി ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു കാഷ്വലായിട്ടൊരു ഡ്രസ്സാണ് ഇട്ടത്. ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ ചേർച്ചിലെത്തി. ഞാൻ ആദ്യമായിട്ടൊരു ക്രിസ്ത്യൻ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഷാനു എന്നോട് ചോദിക്കുമായിരുന്നു എന്താ മാമി വീഡിയോ ഒന്നും എടുക്കാത്തേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എന്നോട് ഹായ് പറഞ്ഞതാണ്. എന്താ അയാൻ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ സ്റ്റേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു അവരുടേത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഒന്നും വീഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ആദ്യം നമുക്കൊരു കട്ട്ലറ്റും സോസുമാണ് കിട്ടിയത്. പിന്നെ മട്ടൻ സ്റ്റൂവും അപ്പവും, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ചോറുണ്ടായിരുന്നു. ചോറും ബീഫ് കറി, ചിക്കൻ 65, പിന്നെ അവിയൽ, അങ്ങനെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം എടുത്തു, കുറച്ച് കഴിച്ചു. ഫുള്ള് കഴിച്ചിരുന്നേ, കുറച്ച് നല്ല ഫുള്ള് തന്നെ കഴിച്ചായിരുന്നു. ഞാൻ വേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ചിക്കൻ 65 കഴിച്ചു. ഇത് പിന്നെ ലാസ്റ്റ് ലൈം ടീ അച്ഛൻ കുടിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അച്ഛൻ പിന്നെ അമ്മേൻ്റെ ഫോട്ടോ എടുക്കുന്നതാണിത്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈവനിങ് വേറൊരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് പോവാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ ഈ ഡ്രസ്സ് ചേഞ്ചാക്കി. അയാൻ ഈ സെയിം ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് അമ്പലം ആയതുകൊണ്ട് അവിടെ വെടി വഴിപാടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ അയാൻ ചെവി പൊത്താൻ തുടങ്ങി. അയാൻ ഇതൊക്കെ ഭയങ്കര പേടിയല്ലേ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ ബിരിയാണി ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അയാനും ഷാനും പിന്നെ അവിടെ ഓടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.